കുമ്പളങ്ങയും കൊണ്ട് ഹൽവ ഉണ്ടാക്കുക എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു, ഞാൻ കഴിച്ചിട്ടും ഇല്ലായിരുന്നു. അപ്പോൾ ഈയിടെ യൂട്യൂബിൽ അതിൻ്റെ ഒരു വീഡിയോ കണ്ടു. അതേ രീതിയിൽ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നുള്ളത്. വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ, എന്നിട്ട് കാണാം. ഒരു കഷ്ണം കുമ്പളങ്ങയും കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കണത്. നല്ല ഫ്രഷായ നല്ല കുമ്പളങ്ങ എടുത്തിട്ട് തോലൊക്കെ കളഞ്ഞിട്ട് അത് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്യുമ്പോൾ കഷ്ണങ്ങളൊന്നും പെടാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്ത ഈ കുമ്പളങ്ങയിൽ ഇതാ ധാരാളം വെള്ളം ഉണ്ടായിട്ടുണ്ട്. കുമ്പളങ്ങയല്ലേ, ധാരാളം വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളം പെടാതെ നമുക്കിതിൻ്റെ കുമ്പളങ്ങ മാത്രമായിട്ട് മാറ്റി അളന്നെടുക്കാം. അപ്പോൾ അങ്ങനെ അളന്നെടുക്കുമ്പോൾ ഇതിൽ 3 കപ്പ് കുമ്പളങ്ങ ഉണ്ട്. ഇതിലെ വെള്ളം അങ്ങോട്ട് ഒഴിവാക്കുകയാണ്. കാരണം ഈ വെള്ളം കൂടി എടുക്കുമ്പോൾ ഒരുപാട് സമയം പിടിക്കും നമുക്കത് വറ്റി വരുന്ന കിട്ടാൻ, ഹൽവയായി കിട്ടണമല്ലോ. അതുകൊണ്ട് ഈ 3 കപ്പ് കുമ്പളങ്ങയിലേക്ക് നമുക്ക് 1.5 കപ്പ് ശർക്കര വേണം. 1.5 കപ്പ് ശർക്കര എന്ന് പറയുമ്പോൾ നല്ല മധുരം ഉണ്ടായിരിക്കും. അത്ര തന്നെ മധുരം വേണ്ടെങ്കിൽ ഒരു 1.25 കപ്പൊക്കെ എടുത്താലും മതി. പൊടിച്ച ശർക്കരയുടെ അളവാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കി എടുക്കണം. അതിനു മുമ്പ് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. പിന്നെ ഒരു പാത്രം, ഒരു ചെറിയൊരു പരന്ന പാത്രം, കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് നമുക്ക് റെഡിയാക്കി വെക്കാം. കാരണം ഇത് ചൂടോട് കൂടിയിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ച് വെക്കാനാണ്. നമ്മൾ ഹൽവ റെഡിയായി കഴിഞ്ഞാൽ പരത്തി വെച്ചിട്ട് മുറിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പാത്രം റെഡിയാക്കിയിട്ട് മുന്നേ തന്നെ വെക്കണം. അതിൻ്റെ അടിയിൽ വേണമെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് എള്ളും കൂടി വെതറാം. ഇനി 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു ശർക്കര മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് മെൽട്ടായ ശേഷം മാറ്റി വെച്ചിട്ട് വേറൊരു പാൻ അടുപ്പത്ത് വെച്ചു. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. എന്നിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്ത് കോരിയെടുത്തു. നന്നായിട്ട് മൂപ്പിച്ചിട്ട് വറുത്ത് കോരി മാറ്റി വെച്ചു. അതിനുശേഷം ബാക്കി വന്ന നെയ്യിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുമ്പളങ്ങ ഇട്ടു. ഇനി ഇത് ഈ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. നന്നായിട്ട് ഈ നെയ്യിൽ വെച്ചിട്ട് ഇളക്കി വേവിച്ചെടുക്കണം. നമ്മളെപ്പോഴും ഇങ്ങനെ ഈ ഹൽവ ഉണ്ടാക്കുന്നത് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലായിരിക്കണം, അല്ലെങ്കിൽ നല്ല അടികട്ടിയുള്ള പാത്രമായിരിക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും, ഇത് ശരിയാവില്ല. അപ്പോൾ അങ്ങനെ ഈ പാനിൽ വെച്ചിട്ട് ഇത് നന്നായി ഇളക്കി വേവിച്ചെടുക്കണം. കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ആവശ്യമെങ്കിൽ കുറച്ച് നെയ്യ് ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇത് നന്നായിട്ട് വെന്ത് വന്ന ശേഷം മാത്രം ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കുക. ഈ ശർക്കരപ്പാനി ഒഴിക്കുന്നതിന് മുന്നേ നമ്മൾ ഉറപ്പാക്കണം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കുമ്പളങ്ങാന്ന്, അല്ലെങ്കിൽ പച്ച ചുവയ്ക്കും, പച്ച കടിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഈ വെന്ത കുമ്പളങ്ങയിലേക്ക് ഞാൻ ശർക്കരപ്പാനി ഒഴിക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ഒന്ന് തിളച്ച് വന്ന ശേഷം നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ച ഈ കോൺഫ്ലവർ ഉണ്ടല്ലോ, അതൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒഴിക്കുക. ഇളക്കിയിട്ട് ഒഴിക്കണം, കാരണം അത് അടിയിൽ ഊറി വന്നിട്ടുണ്ടാവും വെള്ളത്തിൽ. അങ്ങനെ കോൺഫ്ലവറൊക്കെ നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് ഒഴിക്കുക. ഒരു ഫ്ലേവറിന് വേണ്ടി 2-3 ഏലക്കായ ചതച്ചതും കൂടി ഇതിലേക്ക് ഇടാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അതൊന്ന് കമൻറ്റ് ചെയ്യും കൂടി വേണം. അല്ലാതെ ഫ്ലെയിം ഇത്തിരി ചൂട് കൂടുതലാണ് തോന്നുകയാണെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിലേക്ക് വെക്കാം. അങ്ങനെ ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് തിക്കാക്കി എടുക്കണം. ഇങ്ങനെ തിക്കായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടാം. പിന്നെ കുറച്ച് നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. കറുത്ത ശർക്കരയാണെങ്കിൽ മാത്രമേ കേട്ടോ ഹൽവ നല്ല കറുത്തിട്ടിരിക്കുള്ളൂ. ഈ ഒരു പരുവ എത്തുമ്പോൾ ഇതിന്ന് ഈ പാത്രത്തിൽ നിന്ന് കണ്ടു ഇങ്ങനെ വിട്ട് വന്ന് ഉരുണ്ട് വരുന്ന ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തും. ആ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫാക്കാം. എന്നിട്ട് ചൂടോട് കൂടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിക്കാം. എന്നിട്ട് അത് തണുത്ത ശേഷം മുറിച്ചിട്ട് നമുക്കെടുക്കാം. കയ്യിലുണ്ടെങ്കിൽ എള്ളും കൂടെ ഇതിൻ്റെ മേലെ ഒരു ഭംഗിക്ക് വേണ്ടി വെതറിയിടാം. നല്ല ടേസ്റ്റുള്ളൊരു ഹൽവയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.